ഞാൻ സെബാസ്റ്റ്യൻ. ഞാൻ ഇവിടെ തൊട്ടടുത്ത് അവിടുത്തെ പരിശോധനയിൽ അവർ നോക്കിയപ്പോൾ എൻ്റെ 2 കിഡ്നികളും മോശമായിപ്പെട്ട് കിടക്കുകയാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് രക്തം ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരെന്നെ ഒരു ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോൾ ആ മുറി 4 ബെഡ് കിടപ്പുണ്ട്. ആ 4 ബെഡിലും 4 മനുഷ്യരും കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇവരൊന്നും ഇവിടെ ഇങ്ങനെ? അപ്പോൾ അവരുടെ ദേഹത്തൊക്കെ മുഴുവനും വയറുകൾ ചുറ്റപ്പെട്ട നിലയിലാണ് എടുത്തിട്ടിരിക്കുന്നത്. അവരുടെ തലയ്ക്ക് ഭാഗത്തായിട്ട് ഓരോ കമ്പ്യൂട്ടറും വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ ആൾക്കാരെ ഇങ്ങനെ ഇട്ടാക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവരുടെയൊക്കെ രക്തം ഡയാലിസിസ് ചെയ്തുകൊണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഡോക്ടറോട് ചോദിച്ചു, ഇതിന് എന്ത് ചാർജ് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ മറുപടി പറയാൻ പെട്ടെന്ന് തയ്യാറായില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നിരുന്ന കമ്പൗണ്ടർ എന്നോട് എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും ആ ഡോക്ടർ കണ്ണടച്ച് അയാളെ കാണിച്ചിട്ട് പറഞ്ഞു, 7000 രൂപ ആകുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, 7000 രൂപ ഞാൻ തന്നാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റിയെടുത്ത് അത് ശുദ്ധി ചെയ്ത് തിരിച്ച് എൻ്റെ ശരീരത്തിൽ തിരിച്ച് കയറ്റുമ്പോൾ അത് എത്ര ദിവസം നിൽക്കുമെന്ന് ഡോക്ടർക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞ്, ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആഴ്ച ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മാസം ചെയ്യേണ്ടി വരും. ഇതാ കിടക്കുന്ന ഒരു ഡോക്ടറാണ്, അയാൾ 2 മാസമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് ഞാൻ ചോദിച്ചത് അയാൾക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ആ ഡോക്ടർ വേഗം ചീട്ടെടുത്ത് ഒരു 6 തരത്തിൽ ഗുളിക അങ്ങോട്ട് എഴുതി തന്നു. എന്നിട്ട് പറഞ്ഞ്, ഈ മരുന്നൊക്കെ ഇന്ന് വാങ്ങി കഴിച്ചിട്ട് ഇന്ന് രാത്രി വല്ല പ്രയാസവും ഉണ്ടായെങ്കിൽ ഉടനെ വണ്ടി വിളിച്ച് ഇവിടെ വന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഇതൊരു ഭീഷണിപ്പെടുത്തൽ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി അവിടെ ചികിത്സയ്ക്ക് പോയിരുന്നാൽ അവരെന്നെ ബലമായി പിടിച്ച് അവിടെ കിടത്തുമെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ പിന്നെ ആ ഹോസ്പിറ്റലിൽ പോയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ശരീരം ഈ വേദന 2 വശത്തും വന്നു. ഒരു രാത്രിയിൽ ശക്തിയായ വേദന അങ്ങോട്ട് വന്നു. ഞാൻ മരണപരവേശം കിടന്ന് ഉരുളാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ ഭാര്യ മൂത്രമൊഴിക്ക് എഴുന്നേറ്റപ്പോൾ ഞാൻ കിടന്ന് ഉരുളുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ശക്തിയായ വേദനയുണ്ട്, ആശുപത്രി പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട ഇപ്പം. അപ്പം വെളുപ്പിന് 2 മണിയായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, മക്കളെ പോയി വിളിക്കട്ടെ. എന്നാൽ ആരെയും വിളിക്കണ്ട, നേരം വെളുത്തിട്ട് നമുക്ക് ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് എൻ്റെ ഭാര്യ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നു, വിവരം പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി മുതൽ എൻ്റെ മൂത്രം പോകുന്നത് രക്തവർണ്ണത്തിലായിരുന്നു. രക്തവർണ്ണം രാത്രി കണ്ടെങ്കിലും എനിക്കത്ര വിശ്വാസം വന്നില്ല. കാരണം രാത്രിയുടെ ഇരുട്ടുകൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് ഞാൻ കരുതി. നേരം വെളുത്താണ് ഞാൻ മൂത്രം ഒഴിക്കുന്നത് ശരിക്കും കണ്ടത്. നമ്മൾ ഇറച്ചി കഴുകുമ്പോൾ കഴുകി കളയുന്ന രക്തം വെള്ളം പോലെയാണ് മൂത്രം പോയിരുന്നത്. സിസ്റ്ററോട് വിടാമെന്നും പറഞ്ഞ് സിസ്റ്റർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം എനിക്ക് സൗഖ്യം കിട്ടി. പിറ്റേ ദിവസം കാലത്ത് മൂത്രത്തിൽ പിന്നെ രക്തം ആ കളറുണ്ടായിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം മുതൽ എനിക്ക് മൂത്രം ശരിയായ നിറത്തിൽ പോകാൻ തുടങ്ങി. എനിക്ക് ഇതുവരെയും വേദനയും വന്നിട്ടില്ല. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.